എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നമ്മൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഓരോ ആത്മാവിനോടും ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, അച്ഛൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടത്തിൽ കർത്താവ് നൽകിയ അതിപ്രധാനമായ വചനങ്ങളിൽ ഒരു വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-14, മാത്യു 18:14. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെറിയവനിൽ ഒരുവൻ, സിംഗിൾ വൺ, ഒരുവൻ, ഒരു ചെറിയ കുട്ടി പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അത് സഹിക്കാൻ പറ്റില്ല. ദൈവത്തിന് വേദനയുണ്ട്. ഓരോ ആത്മാവിൻ്റെയും നഷ്ടത്തിൽ ദൈവം വേദനിക്കുന്നുണ്ട് എന്നാണ് തിരുവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ ആത്മാവും അവർ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് തിരികെ ദൈവകൃപയിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിനും ദൂതന്മാർക്കും സ്വർഗം മുഴുവനിലും വളരെ വലിയ സന്തോഷമുണ്ടാകുന്നു എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ തൻ്റെ മക്കളെ പഠിപ്പിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട, ഒരാത്മാവ് നശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വേദന. ഒരാത്മാവ് തിരിച്ച് ദൈവിക കൃപയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലും ദൂതന്മാർക്കും ദൈവത്തിന് സ്വർഗം മുഴുവനിലും വളരെ ഉന്നതമായ സന്തോഷം പ്രദാനം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പ്രത്യേകം ചിന്തിക്കാൻ പോവുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കുക. ഫാത്തിമയിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമയിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ 3 കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ 3 കുട്ടികൾക്ക് ഒരു ദർശനം നൽകി. വലിയ ഒരു നരകത്തിൻ്റെ ദർശനമാണ് ആ 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയത്. ഈ നരകത്തിൻ്റെ ദർശനത്തിൽ ആ ഓരോ നിമിഷവും നരകത്തിലേക്ക് അനേകം ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ, ഒരു കാറ്റ് പിടിക്കുമ്പോൾ വേനൽക്കാലത്ത് മരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വീഴുന്നത് പോലെ ഓരോ മിനിറ്റിലും നരകത്തിലേക്ക് അനേകം ആത്മാക്കൾ വീണുകൊണ്ടിരിക്കുന്നത്, പതിക്കുന്നത് കണ്ടു. അസംഖ്യം ആത്മാക്കൾ ഓരോ നിമിഷവും നരകത്തിലേക്ക് പതിക്കുന്നത് ആ കുട്ടികൾക്ക് ദർശനത്തിൽ കണ്ടു. മാതാവ് കുട്ടികളോട് ചോദിച്ചു, എന്താണ് ഇവർ നരകത്തിൽ പതിക്കാൻ കാരണം? കുട്ടികൾക്ക് അറിയില്ല. ഉടനെ മാതാവ് തന്നെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തതാണ് ഇവർ നരകത്തിൽ നിവദിക്കാൻ കാരണം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. വിശുദ്ധ ഫൗസീന ഡയറിയിൽ ഈ കാര്യത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 961-ാമത്തെ പാരഗ്രാഫ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പാപത്തിന് അടിമയായ ഓരോ ആത്മാവിൻ്റെയും മാനസാന്തരത്തിന് പരിഹാരം ആവശ്യമാണ്. പരിഹാരം ആവശ്യമാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ ആത്മാവ് നശിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു മകനോ മകളോ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു കുടുംബം പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയി, വിശ്വാസത്തിൽ ക്ഷയിച്ചു, ദൈവിക കാര്യങ്ങൾ നകന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം അവരുടെ മേൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ അവരുടെ മേൽ വ്യാപരിക്കാൻ നമ്മുടെ പരിഹാരവും നമ്മുടെ പരിത്യാഗം നിറഞ്ഞ ജീവിതവും വഴി അവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കാൻ ദൈവം അനുവദിക്കും. ദൈവകൃപ വ്യാപരിക്കാൻ ദൈവം അനുവദിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലൊരു സംഭവമുണ്ട്. ഒരു ദിവസം ഒരു വികാരിയച്ഛൻ വന്നിട്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഇടവേള എല്ലാവരും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാളും പള്ളിയിൽ വരുന്നില്ല, ആരും പ്രാർത്ഥിക്കുന്നില്ല, ഒരു 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 സന്തോഷമില്ലാത്ത ഇടവകയാണ്, ആത്മഹത്യകളുണ്ട്, മയക്കുമരുന്നുണ്ട്, പള്ളിയിൽ വഴക്കും കലഹമുണ്ട്, കുടുംബങ്ങൾ തകരുകയാണ്, വിവാഹമോചനങ്ങൾ ഒരുപാട് നടക്കുകയാണ്, പല കുടുംബങ്ങളിൽ കല്യാണങ്ങൾ നടക്കുന്നില്ല, പല കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന. ഇതിങ്ങനെ ആ ഇടവകയുടെ നാശത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരാളും രക്ഷപ്പെടുന്നില്ല, എൻ്റെ ഇടവകയിലൊരു മാനസാന്തരം ഞാൻ കാണുന്നില്ല എന്ന് ഒരച്ഛൻ ഈ ജോൺ മരിയ വിയാനി പുണ്യാളൻ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ ജോൺ മരിയ വിയാനി പുണ്യാളച്ചൻ പറഞ്ഞൊരു മറുപടിയാണ് ആഴ്സിലെ പ്രവാചക ശബ്ദം എന്ന പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്. അതിങ്ങനെയാണ്: തൻ്റെ ഇടവകയിലെ ജനങ്ങളെ മാനസാന്തരപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന് പരാതിപ്പെട്ട ഒരു വൈദികനോട് വിശുദ്ധ ജോൺ വിയാനി പുണ്യാളൻ ഇങ്ങനെ പറഞ്ഞു: അങ്ങ് പ്രാർത്ഥിക്കുകയും കരയുകയും നെടുവീർപ്പിടുകയും ഒക്കെ ചെയ്തു, എന്നാൽ അങ്ങ് ഉപവസിച്ചിട്ടുണ്ടോ? ഈ ജനത്തിന് വേണ്ടി അങ്ങ് ഉപവസിച്ചിട്ടുണ്ടോ? അങ്ങ് ഉറക്കം ഉപേക്ഷിച്ചിരുന്ന് ത്യാഗം എടുത്തിട്ടുണ്ടോ? വെറും തറയിൽ കിടന്ന് ഉറങ്ങുകയും ചമ്മട്ടിയടി ഏൽക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുന്നത് വരെ എല്ലാം ചെയ്തു എന്ന് കരുതരുത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരാത്മാവിനോട് നമ്മൾ കുറേ പരാതി പറഞ്ഞു, ഇതേ ആരും പള്ളി വരുന്നില്ല, ഇതേ ആരും, എല്ലാ കുടുംബത്തിലും വഴക്കാണ്, എല്ലാ കുടുംബത്തിലും മദ്യപാനമാണ്, എല്ലാ കുടുംബത്തിലും ആത്മഹത്യയാണ്, എല്ലാ കുടുംബത്തിലും മാനസിക രോഗികളാണ്, എല്ലാ കുടുംബത്തിലും ക്യാൻസർ രോഗികളാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് നടന്നോണ്ട് എന്ത് കാര്യമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും വരുന്നില്ല, ഞാൻ കൊന്തയിലിട്ടൊന്നും വരുന്നില്ല, അങ്ങനെ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് നടന്ന് ചോദിക്കുകയാണ്. നീ ഒരു ആത്മശോധന ചെയ്യാൻ പറയുകയാണ്. എത്രമാത്രം ഉപവസിച്ചിട്ടുണ്ട്, എത്ര ദിവസങ്ങൾ മുട്ടുമടക്കി ത്യാഗം എടുത്തിട്ടുണ്ട്, എത്ര തവണ ഇതിനു വേണ്ടി ഒരു ജാഗരിച്ചിട്ടുണ്ട്, ഉറക്കമൊഴിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രമാത്രം പരിത്യാഗം ചെയ്തിട്ടുണ്ട്, എത്രമാത്രം പരിഹാരം ചെയ്തിട്ടുണ്ട്. ഓരോ ആത്മാവിൻ്റെയും, പാപത്തിനടിമയായ ഓരോ ആത്മാവിൻ്റെയും മാനസാന്തരത്തിന് പരിഹാരം ആവശ്യമാണ്. പരിഹാരം വേദന എടുത്ത് ആ ആത്മാവിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലപാടെടുക്കുക. ആ ആത്മാവിന് വേണ്ടി വേദന എടുത്ത് ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തുക. ആ ആത്മാവിന് വേദന ഉയർത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ആ ആത്മാവിന് വേദന എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കരയുക. ത്യാഗം എടുത്ത് അതിനു വേണ്ടി, അതിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വിളിയും നിയോഗവും ഉണ്ട് സഹോദരങ്ങളെ. ഒന്ന് ചൊല്ലി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയി എന്ന് വിചാരിച്ച ജീവിതം സക്സസ്ഫുൾ അല്ല. ഫാമിലി ലൈഫിൽ ഭാര്യ, മക്കൾ, കുടുംബം അവരൊന്നിച്ച് ഒരുപാട് എല്ലാം വളരെ സക്സസ്ഫുൾ ആണെന്ന് വിചാരിച്ച് ജീവിതം സക്സസ്ഫുൾ ആകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ എല്ലാവർക്കും വളരെ നല്ല സൽകൃത്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് ജീവിതം സക്സസ്ഫുൾ ആകുന്നില്ല. എപ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്? നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത് ആത്മാക്കളെ നേടാനുള്ള ആ ഒരു ദൈവവിളി അതെല്ലാവരിലും ഉണ്ട്. ആ ഒരു ദൈവവിളിയിൽ നമ്മൾ വിജയിക്കുമ്പോൾ കൂടിയാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥന അകന്നു പോകുമ്പം അതിൻ്റെ ഒരു അർത്ഥം ത്യാഗം എടുക്കുന്നവരും പരിഹാരം ചെയ്യുന്നവരും ജാഗരണം നടത്തി പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് കഷ്ടതകൾ സഹിച്ച് ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എല്ലാ കുടുംബങ്ങളിലും പാരൻസ് അത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുകയാണ്. യുവതിവാക്കന്മാർക്ക് സാധിക്കുന്നവർ ചെയ്യാൻ കടപ്പാടുണ്ട്. വൈദികർ, സിസ്റ്റേഴ്സ് എത്തിച്ച കടപ്പാടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നിശ്ചിത അളവ് പരിഹാര അരൂപിയിലുള്ള ജീവിതം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്.
നിശ്ചിത കാലഘട്ടത്തിൽ സാധിക്കുന്നിടത്തോളം പ്രാർത്ഥനയും പരിഹാരവും ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ നമ്മളെല്ലാവരും ഉത്സാഹിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സാത്താൻ വരും. സാത്താൻ വന്നിട്ട് പറയും, അങ്ങനെയൊന്നും കണ്ടമാനൊന്നും നിങ്ങൾ ഉറങ്ങാതിരിക്കണ്ട. ഉറങ്ങാതിരുന്നാൽ എന്താവും? ഉറങ്ങാതിരുന്നാൽ എന്താ പറയണത്? ഇന്ന് ഉറങ്ങാൻ നിന്ന് ക്ഷീണിച്ചു പോകും. നീയെല്ലാം നിൻ്റെ മുഖമെല്ലാം കരുവാളിച്ചു പോകും. നിനക്ക് നിൻ്റെ പഠിക്കാനുള്ള ബുദ്ധി കെട്ടുപോകും. ഇങ്ങനെ സാധാരണ ഓരോരോ ദുരുപദേശങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു ഭയം നിറയ്ക്കും. ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി പുറപ്പെടുമ്പോൾ സാത്താൻ്റെ വളരെ വലിയ കൗശലമാണ് ഭയം നിറയ്ക്കും. പിന്നെ അങ്ങനെ ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റാതെയാവും. നീ ഇങ്ങനെ പോയാൽ നിൻ്റെ വീട് ആര് നോക്കും? ഒരു ഭയം നിറയ്ക്കും. നീ ഇങ്ങനെ പോയാൽ നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗം നിൻ്റെ മേൽ ചാടിക്കൂടും. ഒരു ഭയം നിറയ്ക്കും. ഒരടിസ്ഥാനമില്ലാത്ത ആരോപണ കാര്യങ്ങളാണ്. പക്ഷേ ഇത് കേൾക്കുമ്പം നമ്മൾ വചനത്തിൽ ആഴപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സമയത്തിന് ഭയം നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൂടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് സാത്താൻ്റെ ഒരു പ്രത്യേക പ്രവൃത്തിയാണ് ഹൃദയങ്ങളിൽ ഭയം നിറയ്ക്കുക. അപ്പോൾ ഒരു വ്യക്തി ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ ഭയം നിറയ്ക്കും. ഒരു വ്യക്തി പരിഹാരം എടുക്കാൻ തുടങ്ങുമ്പോൾ ഭയം നിറയ്ക്കും. ഒരു വ്യക്തി ജാഗരണ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയം നിറയ്ക്കും. ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ ത്യാഗം എടുത്ത് തറയിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ ഭയം ജനിപ്പിക്കും. അങ്ങനെ എന്തു ചെയ്യും? ആ വ്യക്തിയെ സാത്താൻ ഇങ്ങനെ പറഞ്ഞു, നീ ചെയ്യണ്ടെന്നൊന്നും പറയല്ല, നീ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ നോർമലായി ജീവിക്കുക. ഇതാണ് സാത്താന് പറയാനുള്ളത്. നീ നോർമലാകുക. ഇത് എക്സ്ട്രീമാണ്. നീ നോർമലാകുക എന്ന് പറഞ്ഞ് അത് സാത്താൻ്റെ കൗശലത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി 1497B ഇവിടെ എന്താ പറയണമെന്നറിയാവോ? വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി, ധാരാളം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി, പരിഹാരം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാത്താൻ അവിടെ ഓടിയെത്തി. സാത്താൻ പറയുകയാണ്, പ്രലോഭകൻ, സാത്താൻ, ദുഷ്ടാത്മാവ്, പിശാച് തുടരുന്നു. മറ്റ് ആത്മാക്കളെക്കുറിച്ച് നീ എന്തിനാണ് ഇത്രമാത്രം വിഷമിക്കുന്നത്? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. ഭാവികളുടെ കാര്യത്തിൽ അവർ നിൻ്റെ പ്രാർത്ഥന കൂടാതെ തന്നെ മാനസാന്തരപ്പെട്ടുകൊള്ളും. ഈ നിമിഷത്തിൽ നീ വളരെയധികം സഹിക്കുന്നതായി ഞാൻ കാണുന്നു. ഞാൻ നിനക്ക് ഒരു ഉപദേശം തരാം. ഞാൻ നിനക്ക് ഒരു ഉപദേശ ശകലം തരാൻ പോവുകയാണ്. നല്ല ഉപദേശകൻ, നൊവീസ് മാസ്റ്റർ, ഞാൻ നിനക്ക് നല്ല ഉപദേശം തരാം. എന്താ, നവസന്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന മാസ്റ്റർ പറയണ പോലെയാ. ഞാൻ നിനക്ക് നല്ലൊരു ഉപദേശം തരാം എൻ്റെ മോനെ, എൻ്റെ മോളെ. എന്താ, ഇതിനെ ആശ്രയിച്ചായിരിക്കും നിൻ്റെ സന്തോഷമല്ല, നിൻ്റെ വിജയം പരാജയമൊക്കെ. എൻ്റെ ഉപദേശത്തെ അനുസരിച്ചിരിക്കാൻ മുപ്പരനൊക്കെ സ്വന്തം പറയുക. ഇതിനെ ആശ്രയിച്ചായിരിക്കും നിൻ്റെ സന്തോഷമല്ല. ദൈവകരുണയെക്കുറിച്ച് നീ ഇനി ഒരിക്കലും സംസാരിക്കണ്ട. വളരെ പ്രത്യേകമായി പാപികളെ ദൈവകരുണയിൽ ആശ്രയിക്കുവാൻ അല്പം പോലും നീ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അവർ ശിക്ഷാവിധി അർഹിക്കുന്നവരാണ്. അവർ ദുഷ്ടന്മാരാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് അവരുടെ മേൽ കരുണയിടാമെന്ന് നീ പ്രാർത്ഥിക്കരുത്. അവർ ശിക്ഷാവിധി അർഹിക്കുന്നവരാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിൻ്റെ കുമ്പസാരക്കാരനോട്, പ്രത്യേകിച്ചും ഇവിടെയുള്ള അസാധാരണ കുമ്പസാരക്കാരനോടും വിൽനൂസിലുള്ള വൈദികനോട് നിൻ്റെ ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയരുത്. ഇങ്ങനെ നിനക്ക് തോന്നുന്നുണ്ട്, ഇടയ്ക്കിടെ ഇങ്ങനെ തോന്നുന്നു, നീ കുമ്പസാരക്കാരനോടോ നിൻ്റെ ആത്മനിയന്താവിനോടോ നിൻ്റെ അച്ഛന്മാരോടൊന്നും പറയരുത് കേട്ടോ എന്ന് കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കുക. എൻ്റെ കൂട്ടുകാരി എന്ന് വിളിച്ചിട്ട് കയറി ചെല്ലുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് അവരെ അറിയാം, അവർ എങ്ങനെയുള്ളവരാണെന്നും എനിക്കറിയാം. ഇതതിൻ്റെ കൊടുത്തൊരു കുത്തുകണേ എന്നിട്ടോ. അതുകൊണ്ട് അവരിൽ നിന്നും നിന്നെ സംരക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇത് മനസ്സിലാക്കുക. ഒരു നല്ല സന്യാസിനിയായി ജീവിക്കുന്നതിന് മറ്റുള്ളവരെ പോലെ ജീവിച്ചാൽ ധാരാളം മതിയാകും. മണിയടിക്കുമ്പോൾ എഴുന്നേൽക്കുക, കാപ്പി കുടിക്കാനുള്ള മണിയടിക്കുമ്പോൾ കാപ്പി കുടിക്കുക, പേപ്പർ വായിക്കുന്ന സമയത്ത് പേപ്പർ വായിക്കുക, ഗാർഡനിൽ പോയി നനയ്ക്കുക, പിന്നെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുക, നന്നായിട്ട് ഉറങ്ങുക. എന്താ നല്ല നീറ്റല്ലേ? എന്താ കുറവ്? നോക്കി ഇതിൻ്റെ കൂട്ടുകാർ നോക്കി, നല്ല സുന്ദരമായ മുഖം, നല്ല ആരോഗ്യം, നല്ല വണ്ണം എല്ലാം ഉണ്ടല്ലോ, എന്താ കുറവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നീ കണ്ണാടി പോയി നിൻ്റെ മുഖം നോക്കി, നീ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരുവാളിച്ച് കണ്ണും കൊഴിഞ്ഞ് കണ്ണിന് ചുറ്റും കറുപ്പിച്ച് എന്താ കൺമഷി അടിച്ച പോലെ കറുത്തിട്ടുണ്ട്. എന്താ കൺമഷിയൊന്നുമല്ല,
ഉറക്കൊഴിച്ച് കറുത്തു പോയതാ. വാക്യം തുറന്ന് വായിച്ചേ. എന്താ പറയണത്? ഒരു നല്ല സന്യാസിനിയായിട്ട് നല്ല സുഖമായിട്ട് നല്ല ഇങ്ങനെ ജീവിക്കുക കേട്ടോ. മറ്റുള്ളവരെ പോലെ ജീവിച്ചാൽ ധാരാളം മതിയാവും. മണി അടിക്കുമ്പോൾ എഴുന്നേൽക്കുക. എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. മണി അടിക്കുമ്പോൾ എഴുന്നേൽക്കുക. വൈകുന്നേരം നേരത്തെ പോയി കിടക്കുക. എന്തിനാ അങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കണത്? എന്തിനാണ് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് സ്വയം നയിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നമ്മുടെ കർത്താവ് തന്നെ കുരിശിൽ മരിച്ച് നമ്മുടെ പാപമെല്ലാം എടുത്തിട്ടുള്ളതല്ലേ? ഇനി നമ്മൾ വേറെ കുരിശ് മരണത്തിന് വല്ല പോകണോ? അതുകൊണ്ട് നല്ല കംഫർട്ടബിളായി ജീവിക്കുക. അത്യാവശ്യം പ്രാർത്ഥന അതൊക്കെ വേണം കേട്ടോ. ഒന്നൊന്നും കുറയ്ക്കൊന്നും ചെയ്യരുത്. ആ നിയമം അനുസരിച്ചുള്ള പ്രാർത്ഥനയൊക്കെ അർപ്പിച്ചേക്കണം. അല്ലെങ്കിൽ പിന്നെ അത് പ്രധാനം. അതൊക്കെ ചെയ്തോളൂ കേട്ടോ. എന്ന് പറഞ്ഞു നോക്കി എത്ര തന്ത്രപരമായിട്ടാണ് ആരുടെയും മനസ്സിൽ കയറിക്കൂടാൻ സാത്താന് സാധിക്കും. ഇത് വിശുദ്ധമായി ജീവിക്കുന്ന ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് ധാരാളം ഉപവാസങ്ങളും ഒരുപാട് പരിഹാരവും ചെയ്യുന്ന ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയാണ്. പക്ഷേ സിസ്റ്റർ സാത്താനെ തോൽപ്പിച്ചു. സിസ്റ്റർ പരിഹാരം കൂട്ടി, സിസ്റ്റർ എളിമ കൂട്ടി, സിസ്റ്റർ ജാഗരണം കൂട്ടി, സിസ്റ്റർ പരിത്യാഗരൂപിയുള്ള പ്രവർത്തനങ്ങൾ കൂട്ടി. സാത്താൻ തോറ്റു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു വ്യക്തി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പരിഹാരം എടുക്കാനും അധ്വാനിക്കാനും തുടങ്ങിയാൽ പല വിധത്തിൽ സാത്താൻ വന്ന് തടസ്സപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ അറിയുന്നവർക്ക് വലിയൊരു കടമയുണ്ട്. ജീവിതത്തിൽ ദൈവദത്തമായൊരു കടമയാണിത്. വലിയൊരു ഡ്യൂട്ടിയുണ്ട്. ദൈവം നൽകിയ ഡ്യൂട്ടിയാണിത്. വലിയൊരു വിളിയുണ്ട്. ദൈവം നൽകിയ വിളിയാണിത്. എന്താണ്? പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള വിളി. പരിശുദ്ധാമ്മ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും ഇത് തന്നെ പറയണത്. പരിശുദ്ധാമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമ പോർച്ചുഗലിലാണ്, ലൂർദ് ഫ്രാൻസിലാണ്. ലൂർദിൽ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെയും ഒരു ചെറിയ ബാലികയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. ബെർണദീത്ത എന്നൊരു ബാലിക, ഒരു 13-14 വയസ്സുള്ള ഒരു ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. 1854 ആ കാലഘട്ടത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബെർണദീത്തിൻ്റെ അടുത്ത് മാതാവ് ഒരു കൊന്തയും പിടിച്ചാണ് വരുന്നത്. എന്നിട്ട് ബെർണദീത്തയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ബെർണദീത്ത മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഈ ബെർണദീത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിനക്ക് ഈ ലോകത്തിൽ നിൻ്റെ രോഗം സുഖപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്യുന്നില്ല. ഈ ലോകത്തിൽ നിനക്ക് സന്തോഷം ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ആയിക്കോക്കെ, അത് തേർഡ് അപ്പാരിഷൻ. പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത്? ഷീ ഡിഡ് നോട്ട് പ്രോമിസ് മീ ടു മേക്ക് മീ ഹാപ്പി ഇൻ ദിസ് വേൾഡ് ബട്ട് ഇൻ ദ നെക്സ്റ്റ്. ഞാൻ ഈ ലോകത്തിൽ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നില്ല, വരാനിരിക്കുന്ന ലോകത്തിൽ നിനക്ക് ഞാൻ സന്തോഷ ജീവിതം വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞെന്നറിയോ? ആകെ ഒരു വാക്ക് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്തു. പെനൻസ്, പെനൻസ്, പെനൻസ്. ഇതാണ് പറയണത്. പെനൻസ്, പെനൻസ്. ഇത് തന്നെ പറഞ്ഞു. പാപികളുടെ മാനസാന്തരം, ഫോർ ദ കൺവേർഷൻ ഓഫ് സിന്നേഴ്സ്, prayer and penance. She asked for prayer and penance for the conversion of sinners. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ പാപികളുടെ മാനസാന്തരത്തിന് 2 കാര്യങ്ങൾ പരിശുദ്ധമായ. 1 പ്രയർ, 2 പെനൻസ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സഹിച്ച് പരിഹാരം ചെയ്യണം. ഇത് പരിശുദ്ധമ്മ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ബെർണദീത്ത, അവൾ ജീവിതകാലം മുഴുവനും നല്ല ആസ്മ രോഗിയും വളരെ വലിയ കഷ്ടതയിലൊക്കെ കടന്നു പോകുന്ന ഒരു കുട്ടിയായിരുന്നു.
ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഈ രോഗം മുഴുവനും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. മരിക്കുന്നത് വരെ. അത് പിന്നെ അത് സിസ്റ്ററായി, 22ാമത്തെ വയസ്സ് സിസ്റ്ററായി, 34ാമത്തെ വയസ്സില്ലാത്ത വിശുദ്ധ ഭരണതീത മരിക്കുന്നത് വരെ ഈ വലിവും ശ്വാസമുട്ടലൊന്നും വിട്ടുപോയില്ല. അത് മാതാവ് പറഞ്ഞു, അത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിനക്ക് സഹിക്കാനൊരു ഒരു ചെറിയ കുരിശ് ദൈവം നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ സഹനം മുഴുവനും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അനേകം പേര് നമുക്ക് മുമ്പുണ്ടായിരുന്ന നൂറ്റാണ്ടിൽ അവരുടെ രോഗങ്ങളും അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും ജീവിത പങ്കാളിയുള്ള സംഘർഷങ്ങളും മക്കളുമായുള്ള പ്രശ്നങ്ങളും എല്ലാം അവർ ദൈവചിന്തയോടെ എടുത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചു. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് രോഗമോ നമുക്ക് കുടുംബ പ്രശ്നമോ ദൈവത്തിൻ്റെ ക്രമീകരണത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ദൈവം അയക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന കുരിശുകൾ ദൈവചിന്തയോടെ എടുത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ ഇന്ന് നമുക്ക് ഒരു ഹൃദയത്തുറവി, ഒരു ആത്മീയ പരിജ്ഞാനം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ തീർത്ത് ലൗകികരായി ലോകപ്രകാരമുള്ള ചിന്തക്കാരായി നമ്മൾ മാറി. ഈ സമയം നമ്മൾ കർത്താവിനോട് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.